വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാളുകളായി ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ്. മദ്രസ എംപവർമെൻറ്റ് പ്രൊജക്റ്റ് എന്ന പേരിൽ കാക്കനാട് മണ്ഡലത്തിൽ മദ്രസകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും രക്ഷിതാക്കളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് MEP. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിചയമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ MEPയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, കേരളത്തിൻ്റെ മുസ്ലിം സാമുദായിക പരിസരം മനോഹരമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സംവിധാനമാണ് മദ്രസ പ്രസ്ഥാനം. ഏതാണ്ട് 115 വർഷങ്ങൾക്ക് മുമ്പ് 1909 മലപ്പുറം ജില്ലയിലെ വാഴക്കാട് തൻമിയത്തുൽ ഇസ്ലാം സംഘത്തിലേക്ക് സദർ മുദരിസായി മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കടന്നു വരുന്നതോടുകൂടിയാണ് മദ്രസ പ്രസ്ഥാനം ഇന്നു കാണുന്ന രീതിയിലേക്ക് വളരുന്നത്. വ്യവസ്ഥാപിതമായ പരീക്ഷാ പദ്ധതികളും സിലബസും ചോദ്യപേപ്പറും പാഠപുസ്തകങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി ദാറുൽ ഉലൂം എന്ന സ്ഥാപനം അദ്ദേഹം വാഴക്കാട് സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്രസകളുള്ളത് കേരളത്തിലാണ്. 10,000 മദ്രസകളിലായി 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ധാർമ്മിക വിദ്യാഭ്യാസം നേടുന്നത്. മുസ്ലിം വിരുദ്ധ താൽപ്പര്യങ്ങൾ പിടികൂടുന്നതിന് മുമ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിലെ മാധ്യമങ്ങൾ പോലും മദ്രസ സംവിധാനത്തെ നോക്കിക്കണ്ടിരുന്നത് ഇപ്രകാരമായിരുന്നു എന്ന നേർസാക്ഷ്യമാണ് നിങ്ങൾ കണ്ടത്. മദ്രസ ഒരു സ്ഥാപനം എന്ന നിലയിൽ നിന്നും ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് വളർന്നത് ഈ നാട്ടിലാണ്. മദ്രസ പ്രസ്ഥാനത്തിന് വ്യവസ്ഥാപിതമായ ചട്ടക്കൂട് നിർവഹിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. നിലവിലുണ്ടായിരുന്ന പള്ളി ദർസ് സംവിധാനങ്ങൾ മതവിദ്യാഭ്യാസം നേടുവാൻ തീരെ അപര്യാപ്തമായിരുന്നു. മുസ്ലിം സമുദായത്തോട് വിദ്യാഭ്യാസം നേടണമെന്ന് ഉപദേശിക്കുക മാത്രമല്ല, അതിനാവശ്യമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഒരുക്കുക കൂടി ചെയ്തത് ഈ മണ്ണിൽ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. 1956 കേരള നദ്വത്തുൽ മുജാഹിദീൻ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ രചയിതാവായ മഹാനായ മുഹമ്മദ് അമാനി മൗലവിയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. നിർണായകമായ ഇടപെടലുകളാണ് മദ്രസ പ്രസ്ഥാന രംഗത്ത് അതിനുശേഷം കേരള നദ്വത്തുൽ മുജാഹിദീൻ നടത്തിയത്. വാഴക്കാട് ദാറുൽ ഉലൂം മാതൃകയിൽ തിരൂരങ്ങാടിയിലും പൊന്നാനിയും കോഴിക്കോടും തലശ്ശേരിയും വളപട്ടണത്തും കണ്ണൂരുമൊക്കെ നിരവധി മദ്രസകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മദ്രസ സിലബസുകളും പാഠപുസ്തകങ്ങളും ഏകോപിപ്പിച്ച് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ നടപ്പിലാക്കുകയുണ്ടായി. മഹത്തായ ഈ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ. ആരംഭകാലം മുതൽ തന്നെ വലിയ വെല്ലുവിളികളെയാണ് മദ്രസ പ്രസ്ഥാനം നേരിട്ടത്. പൗരോഹിത്യം ആവും വിധം പരിശ്രമിച്ചു നോക്കി ഇതൊന്ന് നിർത്തിക്കിട്ടാൻ. ജനങ്ങൾ മതം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അന്ധവിശ്വാസങ്ങളെ തോളിലേറ്റി അനാചാരങ്ങൾക്ക് ആളെ കിട്ടാതെ പോകുമോ എന്ന ഭയമായിരിക്കണം പൗരോഹിത്യത്തിന്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് തീവ്രവാദത്തെ വിത്തിടുകയാണിവർ ചെയ്യുന്നത് എന്ന് ഫാഷിസ്റ്റ് ചിന്താഗതിയെ ഏറ്റുപിടിച്ചു നോക്കി ചില ആളുകൾ. പക്ഷേ മതേതര കേരളം മദ്രസയെ മാറോട് ചേർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. പുതിയ കാലത്ത് മദ്രസ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അതിപ്രസരമാണ്. സത്യവും സ്നേഹവും വിശ്വാസവും ദേശസ്നേഹവും ഒക്കെ കടന്നു വരുന്നതാകണം നന്മയുടെ പാഠങ്ങൾ. നന്മയെയും മൂല്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു നല്ല പാഠമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെ ഊന്നിപ്പറയുകയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പോലും. ഒരു വിശ്വാസി എന്ന നിലക്ക് ബിരുദങ്ങൾക്കൊക്കെ അപ്പുറം നന്മയുടെ നല്ല പാഠങ്ങൾ കുട്ടികൾ പഠിച്ചു മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അധിക സമയവും അധിക അധ്വാനവും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. എങ്കിലും നമ്മുടെ വിലയേറിയ സമയവും വിലപ്പെട്ട സമ്പാദ്യമൊക്കെ നീക്കിവെച്ച് അതിനുവേണ്ടി നാം തയ്യാറെടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹപര ലോകത്തിലെ വിജയത്തിനായി നമ്മുടെ കാലശേഷവും നന്മയുടെ പതാകവാഹകരായി നമ്മുടെ പിന്മുറക്കാർ ഈ മണ്ണിൽ നിലനിന്നേ മതിയാകൂ. മദ്രസ പ്രസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനും മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനും വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീൻ കാക്കനാട് മണ്ഡലം സമിതി ആവിഷ്കരിച്ച പദ്ധതിയാണ്
മദ്രസ എംപവർമെൻറ്റ് പ്രൊജക്റ്റ് അഥവാ MEP. എന്താണ് മദ്രസ എംപവർമെൻറ്റ് പ്രൊജക്റ്റ്? ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ശാലയാണ് മദ്രസകൾ. ഇളം തലമുറയുടെ മനസ്സിൽ നന്മയുടെ വിത്തുപാകുന്ന സുപ്രധാന ഇടങ്ങളാണ് മദ്രസകൾ. ഫലപ്രദമായി പുതിയ കാലത്ത് മദ്രസ വിദ്യാഭ്യാസം നിലനിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മദ്രസയിൽ കുട്ടികൾ വരാൻ താല്പര്യം കാണിക്കാത്തത്? മതിയായ പരിഗണനയും മതിയായ ശ്രദ്ധയും എന്തുകൊണ്ടാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല രക്ഷിതാക്കളും നൽകാത്തത്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് MEPയിലൂടെ നാം ചെയ്യുന്നത്. കാക്കനാട് മണ്ഡലത്തിലെ മദ്രസകളെ സംയോജിപ്പിച്ചുകൊണ്ട് അക്കാദമിക രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും ആവശ്യമായ ഇടപെടലുകൾ നടത്തി മദ്രസകളുടെ പ്രവർത്തനത്തെ പുതിയ കാലത്തെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുശക്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം സാധാരണയായി ഒരു 3 ടയർ സിസ്റ്റമാണ് എന്ന് പറയാറുണ്ട്. 3 ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഉൾപ്പെടുന്നത്. എന്നാൽ മദ്രസ മാനേജ്മെൻറ്റുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 4 ടയർ സിസ്റ്റമാണ് നമ്മൾ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് MEPയിലൂടെ കാഴ്ചവെക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 3 ചക്രമുള്ള വണ്ടിയേക്കാൾ വേഗത്തിലും ശക്തിയിലും 4 ചക്രമുള്ള വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മദ്രസയുടെ പരിസരവും മദ്രസയുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് രംഗവും സുശക്തമാകണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സഹായവും കൂടിയേ തീരൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് മാനേജ്മെൻറ്റിൽ നിന്ന് തന്നെ മദ്രസ എംപവർമെൻറ്റ് പ്രൊജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് വിപുലമായ ഈ 4 ഘടകങ്ങളെയും മദ്രസയുമായി ബന്ധപ്പെടുന്ന 4 വിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് മദ്രസ എംപവർമെൻറ്റ് പ്രൊജക്റ്റിൻ്റെ പദ്ധതികൾ നാം ആരംഭിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും സുപ്രധാനമായ ഘടകം അധ്യാപകരാണ്. അധ്യാപകർക്ക് അതിനാവശ്യമായ പരിശീലനം ആവശ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ പരിമിതമായ വേതനമാണ് യഥാർത്ഥത്തിൽ അധ്യാപകർക്ക് മദ്രസകളിൽ നിന്നും ലഭിക്കുന്നത്. മതിയായ പരിശീലനം നേടിയ ആളുകളല്ല പലപ്പോഴും ഇന്ന് നമ്മുടെ മദ്രസകളിൽ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തെയെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് ഫലവത്തായ ഒരു റിസൾട്ട് നമുക്ക് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന ആലോചനയിൽ നിന്നാണ് ഇത്തരം കൂടിയിരിക്കലുകളും പദ്ധതികളും നമുക്കുണ്ടാകുന്നത്. മദ്രസ അധ്യാപകർ അവരുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും അധ്യാപന രംഗത്തെ അവരുടെ സിദ്ധികളുടെയും ശേഷികളുടെയും ഒക്കെ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് നാം നിരവധി പരിശീലന പരിപാടികളും വിവിധ അക്കാദമിക് സംവിധാനങ്ങളുമാണ് അവർക്കായി ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ 5 അധ്യാപക പരിശീലന പരിപാടികൾ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ ക്ലാസ് റൂം മെച്ചപ്പെടുത്താം, എങ്ങനെ ക്ലാസ് റൂമിലുള്ള പ്രസൻറ്റേഷൻ മികച്ചതാക്കാം, എങ്ങനെയാണ് പാഠങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിക്കേണ്ടത്, കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനായി എങ്ങനെ നിങ്ങൾക്ക് മാറാൻ കഴിയും തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു അധ്യാപകൻ ബിഹേവ് ചെയ്യേണ്ടത് എന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ പഠിപ്പിച്ചാലാണ് കുട്ടികൾ കൂടുതൽ വേഗത്തിലും ഉത്സാഹത്തിലും പാഠങ്ങൾ പഠിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ അധ്യാപക പരിശീലന പരിപാടികൾ നിരന്തരമായി നടന്നു വരുന്നു. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ് ഇത്തരം അധ്യാപക പരിശീലന പരിപാടികളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പല അധ്യാപകരും അധ്യാപക പരിശീലന പരിപാടികളിൽ കടന്നു വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയ അനുഭവങ്ങൾ വരെ നമുക്ക് മുന്നിലുണ്ട്. തൻ്റെ മുന്നിലുള്ള കുട്ടിയെ സ്വന്തം കുട്ടിയായി കരുതുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ അധ്യാപകനാകുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവമാണ് നമ്മുടെ അധ്യാപകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. തുച്ഛമായ വേതനത്തിന് അവർ ഈ സമൂഹത്തോടുള്ള സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഭാഗമായി നിർവഹിക്കുന്ന ദൗത്യത്തെ നാം കുറച്ചു കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ക്ഷേമം അടക്കമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ആലോചനകളും MEPയുടെ ഭാഗമായി നമുക്ക് മുന്നിലുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകമാണ് വിദ്യാർത്ഥികൾ. അവർക്ക് സ്കൂളിലെ പാഠഭാരം തന്നെ വളരെയേറെയുണ്ട്. അതിനിടയ്ക്ക് അധിക സമയവും അധിക അധ്വാനവും മുടക്കിയാണ്, അധിക സമയവും അധിക അധ്വാനവും ചെലവഴിച്ചാണ് അവർ ധാർമ്മിക വിദ്യാഭ്യാസം നേടുന്നത്, മദ്രസകളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായും മദ്രസ വിദ്യാഭ്യാസം ഒരു അമിതഭാരമായി അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ വേണം അധ്യയനം നടത്തുവാനും നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തുവാനും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ക്ലാസ് മുറികൾ ക്രമീകരിക്കാനും കൂടുതൽ ശിശു സൗഹൃദമായ അന്തരീക്ഷം മദ്രസകളിൽ സൃഷ്ടിക്കുവാനും
കൂടുതൽ പഠന പ്രവർത്തനങ്ങളിലൂടെ ആശയങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാനുമൊക്കെയുള്ള ഫലപ്രദമായ പരിശ്രമമാണ് MEPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു സിലബസ് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നമുക്ക് മുന്നിലുണ്ട്. മികച്ച മദ്രസ സംവിധാനങ്ങൾ നമുക്കുണ്ട്. മുൻഗാമികൾ ഒരുക്കിയ ജലപാതയിലൂടെ അത് നവീകരിച്ചുകൊണ്ട് കടന്നു പോകേണ്ട ദൗത്യം മാത്രമേ നമ്മൾ ഏറ്റെടുക്കേണ്ടതുള്ളൂ. അധ്യാപകരും വിദ്യാർത്ഥികളും എന്നതുപോലെ സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ എത്രമാത്രം താല്പര്യം കാണിക്കുന്നുവോ അത്രമാത്രം കുട്ടികളും ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കും. ധാർമ്മിക വിദ്യാഭ്യാസം മറ്റു വിദ്യാഭ്യാസത്തെ പോലെയല്ല. മദ്രസകളിൽ നിന്നും പഠിച്ചു ചെല്ലുന്ന പാഠങ്ങൾ അവർക്ക് കൺമിഴിച്ച് അവരുടെ വീടുകളിൽ കാണാൻ കഴിയണം, അവരുടെ വീടുകളിൽ അത് അനുഭവിക്കാൻ കഴിയണം. സത്യം മാത്രമേ പറയാവൂ എന്ന് മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോൾ വീട്ടിൽ വന്നാൽ അത് കാണാനാകണം. നന്മയെ ചെയ്യാവൂ എന്ന് പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അത് കാണാനാകണം, അത് അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് അതിൻ്റെ ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ രക്ഷിതാക്കളെ കൂടി ബോധവൽക്കരിക്കുകയും രക്ഷിതാക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്ത് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട റോളിനെ കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് MEPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നാം പാരൻസ് മദ്രസ എന്ന കൺസെപ്റ്റ് മുന്നിലേക്ക് വെക്കുന്നത്. പാരൻസ് മദ്രസയിൽ യഥാർത്ഥത്തിൽ നാം ഓരോ രക്ഷിതാവും വിദ്യാർത്ഥിയാവുകയാണ്. കുട്ടികൾ പഠിച്ചു വരുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പുനഃപരിശോധിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും അവരോടൊപ്പം പഠിക്കുകയാണ്. ഖുർആനും ഹദീസും ചരിത്രവും ഫിഖ്ഹും അതുപോലെ തന്നെ മറ്റു ധാർമ്മിക മൂല്യങ്ങളും അവരോടൊപ്പം നമ്മളും സ്വായത്തമാക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ പാരൻസ് മദ്രസയുടെ അകംപൊരുൾ. മദ്രസയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഓരോ രക്ഷിതാവിനും തോന്നണം, ഇവിടെ എൻ്റെ മകനെ ചേർത്താൽ, ഇവിടെ എൻ്റെ മകളെ ചേർത്താൽ അത് തീർച്ചയായും അവൻ്റെ ഇഹപര ജീവിതങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന്. അതിനുവേണ്ടി നല്ല സംവിധാനങ്ങൾ മദ്രസയിൽ ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് മദ്രസയിലെ പ്രധാന അധ്യാപകരും അതിൻ്റെ മാനേജ്മെന്റ് സമിതിയുമാണ്. പ്രധാന അധ്യാപകർക്ക് പ്രത്യേകമായ പരിശീലനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് MEP ഇതിനകം നൽകി കഴിഞ്ഞു. മാനേജ്മെന്റ് സമിതിയെ നേരിൽ വിളിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പിന്തുണയും സഹായവും ഒക്കെ മദ്രസ പ്രവേശനം, മദ്രസ പരിപാടികൾ, മദ്രസ അസംബ്ലി, മദ്രസ ലൈബ്രറി തുടങ്ങിയ മേഖലകളിലൊക്കെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെയായി MEP അവരോടൊപ്പമുണ്ട്. എല്ലാ മദ്രസകളെയും കോർത്തിണക്കിക്കൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ പരിപാടികൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ഓരോ മദ്രസയിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ സംവിധാനങ്ങൾ നേരിൽ കാണുകയും കുട്ടികളോടും അധ്യാപകരോടും മാനേജ്മെന്റ് സമിതിയോടും ഇന്ററാക്ഷനിലൂടെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യാൻ MEPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതാണ്ട് 2 വർഷം പിന്നിടുകയാണ് MEPയുടെ ഈ പദ്ധതികൾ. തുടർന്നും വിവിധങ്ങളായ പദ്ധതികളുമായി മുന്നോട്ട് പോകുവാനാണ് മദ്രസ എംപവർമെന്റ് പ്രൊജക്ട് ടീമിൻ്റെ ഉദ്ദേശ്യം. ഈ സദുദ്യമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം തുറന്ന പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മദ്രസ എംപവർമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി KNM കാക്കനാട് മണ്ഡലം സമിതിയുടെ കീഴിൽ മദ്രസ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പാരൻസ് മദ്രസ. നമ്മുടെ മക്കളോടൊപ്പം നമുക്കും നുകരാം നന്മയുടെ മധുരം. വ്യവസ്ഥാപിതമായ സിലബസ്, പരിശീലനം നേടിയ മെൻറ്റേഴ്സ്, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, നിങ്ങളുടെ ജോലിയോടൊപ്പം പിന്തുടരാവുന്ന സമയക്രമം. മതപഠനത്തിന് ഇനി പ്രായമോ ജോലിയോ ഒരു തടസ്സമല്ല. ഖുർആൻ ഹിഫ്ള്, ഖുർആൻ തഫ്സീർ, ഹദീസ് നിദാനശാസ്ത്രം, ഇസ്ലാമിക ചരിത്രം, പ്രവാചക ചരിത്രത്തിൽ പ്രത്യേക ക്ലാസുകൾ, കർമ്മശാസ്ത്രങ്ങളുടെ പ്രായോഗിക പഠനം, 24x7 ക്വസ്റ്റ്യൻ ആൻസർ സപ്പോർട്ട്, വിശ്വാസം, സംസ്കാരം, അറബി ഭാഷ തുടങ്ങിയ ഓരോ വിശ്വാസിയും നിർബന്ധമായും മനസ്സിലാക്കേണ്ട പാഠങ്ങളെ അനാവരണം ചെയ്യുന്നു പാരൻസ് മദ്രസ. ഒരാളോ രണ്ടാളോ അല്ല, ഒരു കൂട്ടമായി, ഒരു ടീമായി നമ്മളൊരു ലക്ഷ്യത്തെ മുൻനിർത്തി ഒരേ വേഗതയിൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മദ്രസ എംപവർമെന്റ് പ്രൊജക്റ്റിന്റെ ബ്രോഷർ തയ്യാറാക്കിയപ്പോൾ അതിലെ ചില സ്ലൈഡുകൾ ഇവിടെ ഈ വീഡിയോക്ക് ഇടയിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അന്ന് നമ്മൾ ഏതാണ്ട് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്
നമ്മൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു പാരൻസ് മദ്രസ എന്നുള്ളത്. കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പഠിക്കുക എന്നുള്ളത്. കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പാരൻസ് മദ്രസയിൽ പങ്കാളികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇല്ലാത്തവർക്ക് വേണ്ടി, അത് അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി എന്താണ് പാരൻസ് മദ്രസ എന്ന ഒരു ചെറിയ വീഡിയോ കൂടി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ KNM കാക്കനാട് മണ്ഡലം സമിതി ഒരുപാട് നാളായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായ ഒരു പദ്ധതിയാണ് MEP അഥവാ മദ്രസ എംപവർമെന്റ് പ്രൊജക്ട്. സമൂഹത്തിലെ ധാർമ്മിക വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമായി നമുക്ക് തോന്നുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധാർമികതയുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു പീക്ക് ലെവൽ ആളുകൾ എത്തുകയും അതിന്റെ ദുരനുഭവങ്ങൾ സമൂഹത്തില് ഇഷ്ടംപോലെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. വിദ്യാലയങ്ങളിലാണെങ്കിലും വീടകങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പൊതുവേദികളിലും പൊതു ഇടങ്ങളിലൊക്കെ ആണെങ്കിലും ഒക്കെ അതിന്റെ പ്രശ്നങ്ങൾ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സമൂഹത്തിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് ധാർമ്മിക വിദ്യാഭ്യാസം ഫലപ്രദമായി നൽകുക എന്നുള്ളത്. ആ ആലോചനയിൽ നിന്നാണ് നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലയായ ആധാര കേന്ദ്രങ്ങളായ മദ്രസകളെ ശാക്തീകരിക്കുകയും മദ്രസ സംവിധാനത്തിന് ഊടും പാവും നൽകി, അന്നവും വെള്ളവും നൽകി, അതുപോലെ തന്നെ ശക്തിയും കരുത്തും നൽകി പുതിയ തലമുറയെ ദീനിന്റെയും നേരിന്റെയും നന്മയുടെയും ഒക്കെ വഴിയിൽ നടത്തുക എന്നുള്ള ഒരു സംവിധാനമാണ് മദ്രസ. അപ്പൊ ആ രംഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൽ ആധുനികമായ സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ സൗകര്യങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് നാളായി ഇതിന്റെ ഒരു പരിശ്രമത്തിലാണ്. ഒരു വലിയ ടീം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് ഒരു മനോഹരമായ മദ്രസയാകുന്നു. പാരന്റ്സ് മദ്രസയുടെ ടാഗ് ലൈനാണത്. വീട്ടിൽ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒന്നിച്ച് ധാർമ്മിക വിദ്യാഭ്യാസം നുകരുന്നതിന്റെ ഒരു മധുരം അത് വേറെ തന്നെയാണ്. MEP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പദ്ധതിയാണ് പാരന്റ്സ് മദ്രസ എന്നുള്ളത്. ധാർമ്മിക വിദ്യാഭ്യാസം മദ്രസകളിൽ നേടി തിരിച്ചു വരുന്ന കുട്ടികൾക്ക് അത് അനുഭവിക്കാനും അതിന്റെ ഉൾവെളിച്ചം നേടാനൊക്കെ ഉള്ള സാമൂഹികമായ ഒരു പരിസരം വീട്ടിന്റെ ഉള്ളിൽ വേണം. ഉമ്മയായാലും വാപ്പയായാലും അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആയാലും ഒക്കെ അവർക്കും ഇതിന്റെ അർത്ഥവും ആശയവും അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ആ കുട്ടികളുടെ വളർച്ചയിൽ സഹായിക്കാനും പിന്തുണക്കാനും കഴിയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് യഥാർത്ഥത്തിൽ പാരന്റ്സ് മദ്രസ. കുട്ടികളോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസം രക്ഷിതാക്കളും കരസ്ഥമാക്കുന്ന ഒരു സംവിധാനമാണത്. അതിനകത്ത് ഖുർആനും ഹദീസും സുന്നത്തും സീറയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസവും നമ്മുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ മനോഹരമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ വളരെ കൃത്യമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായ പഠനക്രമത്തിലൂടെ അതിനെ തുടർന്ന് വരുന്ന പഠന പ്രവർത്തനങ്ങളിലൂടെ ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് സംവിധാനമാണ്, മതപഠന സംവിധാനമാണ് യഥാർത്ഥത്തിൽ പാരന്റ്സ് മദ്രസ എന്ന് പറയുന്നത്. നമ്മളിപ്പോ നിലവിൽ ഈ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തിൽ 4 ലൈവ് ക്ലാസ്സുകൾ, അതോടനുബന്ധിച്ച് ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആളുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതോടൊപ്പം ഓരോ ഗ്രൂപ്പ് ചെറിയ ചെറിയ കൂട്ടം ആളുകളാക്കി തിരിച്ച് അവരുടെ സംശയങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ ആശങ്കകളൊക്കെ പങ്കുവെക്കാൻ ഓരോ അഡ്മിന്മാരും അവരുടെ മെന്റർമാരും അവരെ ഗൈഡുമാരും ഒക്കെ നിയന്ത്രിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അതോടൊപ്പം ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷവും ആ പാഠം എത്രത്തോളം പഠിച്ചു എന്നറിയുന്നതിന് വേണ്ടി, അത് എത്രത്തോളം അതിന്റെ ആശയം ആളുകൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇവാലുവേഷൻ ടൂളുകൾ, വർക്ക്ഷീറ്റുകളാവാം, അല്ലെങ്കിൽ പഠനാനുബന്ധ പ്രവർത്തനങ്ങളാകാം, ഇതൊക്കെ നൽകിക്കൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു രീതിയിൽ ഒരു മദ്രസ സംവിധാനം പോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന്റെ കൂടെ നടക്കാനാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. പാരന്റ്സ് മദ്രസയുടെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളോടുകൂടി തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെയും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെയും
നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ധാർമ്മികതയൊക്കെ കുറിച്ച് നമുക്ക് നല്ല കൺസേൺ ഉണ്ട്. നല്ലൊരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി, ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയുടെ വാർത്തെടുപ്പിനു വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാം. MEPയുടെ തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായവും പ്രാർത്ഥനയും പിന്തുണയൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാ നമ്മളിനി ഈ സമ്മേളനത്തിൽ നമ്മുടെ ആദ്യ ബാച്ച് സജീവമായി അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും സജീവമായി അതിൻ്റെ ചർച്ചകളിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെടുകയും ചെയ്ത പഠിതാക്കളെ ആദരിക്കുന്നതിനും അവരിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ നടത്തി പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങിയ ആൾക്കാരെ അവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സമയമാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ MEPയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. സാങ്കേതികമായ സഹായം നൽകിയവരാകട്ടെ, സാമ്പത്തികമായി പിന്തുണച്ച ആളുകളാവട്ടെ, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിന്മാരായി പ്രവർത്തിച്ച ആളുകൾ, ക്ലാസ്സുകൾ എടുത്ത ഫാക്കൽറ്റികൾ, ഇതിൻ്റെ അഡ്വൈസറി ബോഡി, അതുപോലെ തന്നെ ഓർഗനൈസിംഗ് വിങ് തുടങ്ങി നിരവധിയായ ആളുകളുടെ ഒറ്റ മനസ്സോടുകൂടിയുള്ള കൈചേർത്തു പിടിക്കലുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലും ഫസ്റ്റ് സ്ലൈഡുകളിൽ കണ്ട ആളുകളുടെ എണ്ണം പരിമിതമായിരുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൽ പങ്കാളികളായ, ഇതിൽ കണ്ണിച്ചേർന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി ഇത് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുപോകണം. ഇൻഷാ അല്ലാ നമുക്കിതൊരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുന്നോട്ട് പോകൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന, നാളേക്ക് നമുക്കിതൊരു സ്വാലിഹായ അമലായി മാറുന്ന ഒരു പ്രവർത്തനമാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സജീവമായി കൂടെ നിന്ന കുറെ നല്ല മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യദർശികളാണ്. അതോടൊപ്പം നമ്മുടെ ഫാക്കൽറ്റികളായ, നമ്മുടെ ഇതിൻ്റെ അഡ്മിന്മാരായ ആളുകളെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്ക് ഈ പാരൻസ് മദ്രസയിൽ പങ്കെടുത്തുകൊണ്ട് ഉന്നത വിജയം നേടിയ ഫൈനൽ എക്സാമിനേഷൻ ഓൺലൈനായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അതിൽ ഉന്നത വിജയം നേടിയ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. വിജയികളെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ മദ്രസ കോംപ്ലക്സിന്റെ സെക്രട്ടറി ആയ സമാദരണീയനായ അബ്ദുസ്സലാം മൗലവിയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രൗഢവും പ്രതിഫലാർഹവും ഏറെ മനോഹരവുമായ ഒരു സദസ്സിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒരു വർഷക്കാലമായി സംസ്ഥാന തലത്തിലേറെ മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്ന MEPയുടെ നേതൃത്വത്തിലുള്ള പാരന്റ് മദ്രസയിൽ പങ്കെടുത്ത് അതിലെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടിയ ആളുകൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങൾ. ഇതിലെ ടോപ്പ് സ്കോറുകളായ ആളുകൾ ഒന്നാം സമ്മാനത്തിന് അർഹനായത് സെയ്ദ് മുഹമ്മദ് കാക്കനാടാണ്. ഫസ്റ്റ്. സെക്കൻഡ് ഫെമിന TU ചേരാനല്ലൂരാണ്. തേർഡ് ഹസീന KS ആണ്. ഈ 3 പേരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ 3 ആളുകളെയും സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഇവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് സമാദരണീയനായ നമ്മുടെ MEPയുടെ അഡ്വൈസറും KNM കാക്കനാട് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുൾ റഷീദ് സാറാണ്. MEPയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മളോട് കൂടെ ഇരിക്കുകയും നമുക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഡോക്ടർ അബ്ദുൾ റഷീദ് സാറിനെ ആദരപൂർവ്വം സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിജയികളായ മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സയ്യിദ് മുഹമ്മദ് കാക്കനാട്, ഫെമിന TU ചേരാനല്ലൂർ, ഹസീന KS കാക്കനാട്. 3 ആളുകളും സ്റ്റേജിലേക്ക് വരണമെന്ന്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അടുത്ത സെക്കൻഡ് ഫെമിന TU ചേരാനല്ലൂർ. ഫെമിനയിൽ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാം. ചേരാനല്ലൂർ ശാഖയിൽ ചേരാനല്ലൂർ മദ്രസയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. മാഷിനെ ക്ഷണിക്കണം. മാഷ് വാങ്ങിക്കും. താങ്ക് യു സാർ. ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ റഷീദ് സാറിന് 2 വാക്ക് പ്ലീസ്. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. MEPയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലെ പഠിതാക്കളുടെ പഠന നിലവാരം അസസ് ചെയ്ത് അതിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയവരുടെ സമ്മാനദാനവും കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നതാണ്. ഈ അവസരത്തിൽ 2 പോയിന്റ്സ് മാത്രമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മുടെ ചെറിയ കുട്ടി ഒരു സ്റ്റൂൾ എടുത്തിട്ട് ബെഡിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ, ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച് കയറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, സാധാരണമാണ്. അതേ കുട്ടി തന്നെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൗവിൻ്റെ നേരെ ആ സ്റ്റൂളിട്ടിട്ട് കയറാൻ ശ്രമിച്ചാൽ, ആ തീയിൻ്റെ നേരെ അവൻ കയറാൻ ശ്രമിച്ചാൽ, നിങ്ങൾ സർവശക്തിയും ഉപയോഗിച്ച് ആ കുട്ടിയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കും. ഇനി നമുക്ക് വേറൊരു തീയെ പേടിക്കാനുണ്ട്. ആ തീ നരകത്തിലെ തീയാണ്. ആ തീയിലേക്ക് നമ്മുടെ മക്കൾ പോയാൽ നമ്മുടെ ചുറ്റുപാട് മുഴുവനും ആ കുട്ടിയെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ്. അവിടെ നമ്മുടെ മക്കളെ ആ നരകത്തീയിൽ നിന്നും രക്ഷിക്കുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ MVP-യിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ രക്ഷകർത്താക്കളുടെ റോള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സ്റ്റൗവിലേക്ക് അടുക്കുന്ന കുഞ്ഞിനെ നാം തടയുന്നത് പോലെ നരകത്തിലേക്ക് അടിക്കുന്ന കുഞ്ഞിനെ നാം തടയുക എന്ന ബാധ്യത നമുക്കുണ്ട്. പോയിന്റ് നമ്പർ 1, അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആ നിലയ്ക്ക് നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ സജീവമായി ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു ഉത്ബോധനം എന്ന നിലയ്ക്ക് പറയാനുള്ളത്. രണ്ടാമത്, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുർറിയാത്തിന ഖുറത അയ്ൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥവ്യാപ്തിയും കൂടി നാം ഒന്ന് മനസ്സിലാക്കണം. റബ്ബന ഹബിലന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, മിൻ അസ്വാജിന, ഞങ്ങളിൽ നിന്ന്, എന്നിൽ നിന്ന് മാത്രം പോരാ, എൻ്റെ കുടുംബാദികളിൽ നിന്ന്, എൻ്റെ സ്പൗസിൽ നിന്നും നീ സ്വീകരിക്കണമേ, വദുർറിയാത്തിന, എൻ്റെ മക്കളിൽ നിന്നും നീ സ്വീകരിക്കണമേ, ഞങ്ങൾ ആക്കി തീർക്കണമേ, ഖുറത അയ്ൻ, കണ്ണിന് കൺകുളിർമ തരണമേ. ഇന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ, ആസിയ സഹറ എന്ന് നമ്മുടെ ചേരാനല്ലൂർ ISM പ്രസിഡന്റായ മുഹമ്മദ് ഷുഹൈബിന്റെ മകള്
പോസ്റ്റർ നിർമ്മാണത്തിൽ കലോത്സവത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആ കുട്ടിക്ക് ആ ആർജിച്ച കഴിവ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുസ്ലിം സമൂഹത്തെ അവരുടെ സ്ത്രീയാണേലും പോസ്റ്റർ നിർമ്മാണത്തിലൂടെ ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രബോധനം നടത്താൻ കഴിയും. അതിന് ആ കുട്ടിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിയെ ഞാൻ ഈ സമയത്ത് പ്രോബബ്ലി നമ്മുടെ ചേരാനല്ലൂർ മദ്രസയിലെ ഒരു വിദ്യാർത്ഥിനി ആയിരുന്നിരിക്കാം. അത് ആ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവിടെ ഈ ഇതിന്റെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഖുറത്ത് ഐൻ അതിന്റെ രക്ഷിതാക്കൾക്ക് ഷുഹൈബ് സാഹിബിന് കിട്ടുന്നു. ഇന്നൊരു പക്ഷേ അവർ ആഹ്ലാദ തിമിർപ്പിലാണ്. നമ്മളും ആഹ്ലാദത്തിൽ തിമിർക്കുന്നു. കാരണം നമ്മുടെ മദ്രസയിൽ പഠിച്ച കുട്ടിയായിരിക്കണം അത്. ഇതുപോലുള്ള ഒരു ആഹ്ലാദ തിമിർപ്പിലേക്ക് നമ്മളെല്ലാവരും എത്തണം. എന്നിട്ട് പറയുന്നതും കൂടെ ശ്രദ്ധിക്കുക. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഈ പറഞ്ഞ എന്നെയും എൻ്റെ സ്പൗസിനെയും എൻ്റെ മക്കളെയും മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. മുത്തഖിയാക്കണമെന്ന് മാത്രമല്ല, മുത്തഖീങ്ങളുടെ നേതാവാക്കണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ അവരെ നമ്മുടെ മക്കളെ മുത്തഖീങ്ങളാക്കാനുള്ള പ്രവർത്തനം കൂടെ ചെയ്യാതെ എല്ലാ ഊത്തിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ പോരാ. അതിനുള്ള പ്രവർത്തനത്തിനുള്ള സാഹചര്യമാണ് MVP. അതിനെ നിങ്ങൾ മുതലാക്കുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരുത്താം. എല്ലാവരും MEPയിലെ പ്രത്യേകിച്ച് പേരൻസ് മദ്രസയിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സർ. ഇനി സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റുകൾ ആദ്യം ഇതിലുള്ള പുരുഷന്മാർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. എല്ലാവരെയും ഒന്നിച്ച് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പേരുകൾ ആസിഫ് ഇസ്ലാഹി വായിക്കുന്നതാണ്. പേര് വിളിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറി വരും. അബ്ദുൾ റസാഖ് KT, അസീഫ് AS, ഫതഹുദ്ദീൻ VA, ഹൈദ്രു K, മുഹമ്മദ് ഹുസൈൻ AK, മൂസ KM, മുഹമ്മദ് ജൗഹർ, മുനീർ KM, നബീൽ ഷറഫ്, നിസാർ TK, റിഷാദ് KP, സയ്യിദ് മുഹമ്മദ്, ഷറഫുദ്ദീൻ CM, ഷെയ്ഖ് സർതാജ്, ഷെയ്ഖ് ഷാഫി, സൈനുദ്ദീൻ K, സാലി MA. مرحبا ويا هلا فيكم انتم منا واحنا فيكم بالمحبة نحييكم يا هلا ويا هلا يا هلا ويا هلا ويا هلا ويا هلا يا هلا ويا هلا ويا هلا ويا هلا حن قلبي على جمعة ഇതിലിനി അനുഭവങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക്. സമയം പരിമിതമാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل മുഹമ്മദ്. സത്യത്തില് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുക എന്നുള്ളത്. ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ട്. കിതാബു തൗഹീദും ഖുർആനും തഫ്സീറും അതേപോലെ തന്നെ നമ്മുടെ സിഫത്ത് സലാത്തും അത് കുറച്ച് വായിച്ച് പിന്നെ കേട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കടയിൽ പണിയണ സമയത്ത് തന്നെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ യൂട്യൂബിൽ കിടക്കണതിൻ്റെ പേരിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ഈ അൻഫാൽ എടുത്ത സാധനം ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞ വെള്ളം കുടിച്ചതാ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഒരു ഉത്തരം കണ്ടെടുക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അത് ശരിക്കും നമ്മളൊന്നും ഖുർആൻ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഓത്തുപള്ളിയിൽ ചെന്ന് അലിഫ് ബ ത സ അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിനുശേഷം ആ ഓത്തുപള്ളിയിലെ പാഠപുസ്തകം കഴിഞ്ഞ് കഴിയുമ്പോൾ ഖുർആൻ പഠിക്കാൻ പറഞ്ഞ് അങ്ങനെ ഖുർആൻ ഓതി തീർത്ത്, അതായത്
ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം യൂസ് വരെയും കാണാതെ പഠിക്കുക. രണ്ടാമത്തേത് എന്താ വെച്ചാൽ 1-ാം യൂസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉസ്താദ് ഓതി തരും, ഒരു 5-8 ആയത്ത് ഓതി തരും. പിറ്റേ ദിവസം അത് ഓതി കേൾപ്പിച്ചാൽ മതി, കാണാതെ പഠിക്കണ്ട. അങ്ങനെയാണ് പഠിക്കണത്. അന്ന് ദീനിയാത്ത് അമലിയാത്ത് അങ്ങനെയുള്ളത് എൻ്റെയൊക്കെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ദീനിയാത്തും അമലിയാത്തൊക്കെ ശരിക്ക് എന്താണ് മദ്രസയിലേക്ക് തന്നെ വരുന്നത്. ഇതിന് ശേഷം വാപ്പ കൊണ്ടുപോയിട്ട് പള്ളി ദർസിൽ പടമുകളിൽ പള്ളി ദർസിൽ കൊണ്ടുപോയാക്കി. പള്ളി ദർസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം എഴുതി പഠിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്കിപ്പോൾ അറബി എനിക്ക് എഴുതാൻ പോലും അറിയില്ല. അതാണ് സത്യം. ഫസ്റ്റ് പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എഴുതാൻ എനിക്ക് കഴിയില്ല. വാപ്പ കൊണ്ടുപോയി പള്ളി ദർസിലാക്കി. ഉസ്താദ് പറഞ്ഞു തന്നെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാകുന്നു, അൽ മുത്തഫരിദി തനിച്ചവൻ, ബിൽ ഉലൂഹിയത്തി ആരാധനക്ക് അർഹനായത് കൊണ്ട് തനിച്ചവൻ. ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞു തരിക. അത് കാണാതെ പഠിച്ച് പറയണം, എഴുത്തില്ല. ഇത് അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. മദ്രസ സ്കൂള് കാലഘട്ടം കഴിഞ്ഞ് കുറച്ചാള് പിന്നെ പണി പഠിക്കലുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പോയി. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് അതിനുശേഷം 91-ൽ സൗദി അറേബ്യയിലേക്ക് ചെല്ലുക. സൗദി അറേബ്യയിൽ നജ്റാനിൽ ചെന്നതിന് ശേഷം അപ്പൊ ഇവിടെ സത്യം പറയാലോ, ഞാൻ ഒരു മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ആളല്ല. ഞാൻ ഇവിടെ മൗലൂദ് റാത്തീബ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സൗദിയിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം പൊന്നൂരന്തിപ്പള്ളി ജാറത്തിങ്ങ പോയ ആളാണ് ഞാൻ. അതിനുശേഷമാണ് സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്നത്. സൗദി അറേബ്യയിലേക്ക് ചെന്ന് അവിടെ ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സാമ്പത്തികമായിട്ട് നേട്ടമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് കിട്ടി. അത് ശരിക്ക് പറഞ്ഞ എൻ്റെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി. എനിക്ക് കിട്ടിയത് തൗഹീദാണ്. ഇവിടെ നടക്കുന്ന രീതിയിലുള്ള ജാറപൂജ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ചെന്ന് കാണുന്നതെന്ന് വെച്ചാൽ അവിടെ 5 നേരം നമസ്കാരമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ റാത്തിയും മൗലൂദൊന്നും അവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ അവിടെ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല, അവിടെ വെച്ച് കുറെ തൗഹീദ് അറിയാവുന്ന ആളുകൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടായിരുന്നു. അത് കേട്ട് പഠിച്ചു. പിന്നെ എനിക്ക് കിട്ടിയൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ 1-ാം വാള്യം. അത് ഇപ്പോഴും ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4 വാള്യം ഉള്ളതിൽ 1-ാം വാള്യമാണ് ആദ്യം കിട്ടുന്നത്. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. കടയിൽ നിന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, റൂമിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു തൗഹീദിന്റെ ഒരു വെളിച്ചം കിട്ടി. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായ മൂത്താപ്പാടെ മകൻ അബൂബക്കർ എന്നുള്ള ബക്കറിക്ക, കിഴക്കേക്കര ബക്കറിക്ക, എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. അദ്ദേഹമാണ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ 10-35 പേരുണ്ടായിരുന്നു കാക്കനാട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, എടാ നാട്ടിൽ നടക്കുന്നതല്ല തെറ്റാണ്, ഇവിടെ നീ കണ്ടോ, ഇത് ഇന്നത് കണ്ടോ, ഇന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതും. അതില് ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് മുജാഹിദായുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ബക്രിക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ തൗഹീദ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇതിനുശേഷം ബക്രിക്ക ഇങ്ങനെ എന്താണ് ഉംറക്ക് പോയി. ഉംറക്ക് പോയതോടുകൂടി അവിടെ ചെന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബക്രിക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തരികയാണ്. എടാ ഇത് നബിയുടെ ഖബറാണെങ്കിൽ പോലും കെട്ടിപ്പോക്കുന്ന ആ രീതി ഒന്നുമില്ല, അവിടെയുള്ള ജന്നത്തിൽ ബക്കിയൊക്കെ കാണിച്ചു തന്നു. അൽഹംദുലില്ലാ. അങ്ങനെയാണ് തൗഹീദിന്റെ വെട്ടിലി വെളിച്ചം കിട്ടിയത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ ചോദ്യത്തിനകത്ത് വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും കുറെ കുടുക്കുകൾ ഉണ്ടായിരുന്നു ചോദ്യത്തിൽ. ഒന്ന്, ആ നീയത്തിന്റെ ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ആ ചോദ്യം തെറ്റുവരും. ആ രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ നെയ്യത്തിനെ കുറിച്ചുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ എന്താ നെയ്യത്ത് എന്താണ് ചോദ്യം പറഞ്ഞു ഏതായാലും, പക്ഷെ ആ ചോദ്യം ഭയങ്കര ഒരു വളഞ്ഞ ചോദ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കും പലർക്കും തെറ്റുപറ്റിയേക്കുന്നത്. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് ഓതിയ എന്താണ് നമസ്കാരത്തിൽ ഓതിയ സൂറത്ത് ഏതാണ്? ആ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും മദ്രസ ഇത് കേട്ടാൽ കിട്ടൂല. പുസ്തകം തന്നെ വായിക്കണം, പുസ്തകത്തിൽ മാത്രമേ അതുള്ളൂ. അത് അങ്ങനെയുള്ള കുറെ കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. ഷുക്കൂർ സലാഹി അല്ലേ ആള്. അതായത് അൽഹംദുലില്ലാ എല്ലാവർക്കും എല്ലാം ഇവിടെ സമ്മാനം നേടിയവരും സമ്മാനം നേടാത്തവരും പഠിച്ചവരും എല്ലാവർക്കും അൽഹംദുലില്ലാ എല്ലാവർക്കും
നന്ദി പറയുകയാണ്. ഈ പ്രോജക്റ്റിന് വേണ്ടി ബന്ധപ്പെട്ട് എല്ലാ നല്ല രീതിയിലുള്ള ഈ പ്രോജക്റ്റ് നടത്തിയ ഇതിൻ്റെ സംഘാടകർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരു പരാതി ഉണ്ട്, പരാതി വ്യക്തമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് സംഘടിപ്പിക്കുന്നവരെങ്കിലും ഈ മദ്രസയിൽ പങ്കെടുക്കണം. വളരെ കുറവാണ് സംഘടിപ്പിക്കുന്ന ആളുകൾ. നമ്മുടെ പള്ളി കമ്മിറ്റിയിലുള്ളവർ പോലും കൃത്യമായിട്ട് മദ്രസയിൽ ഉണ്ടായിരുന്നില്ല. അത് കറക്റ്റാണ്. ഞാനും പലപ്പോഴും ഒക്കെ മദ്രസയിൽ കയറാൻ പറ്റാതെയുണ്ട്. പക്ഷെ എന്നാൽ പോലും സംഘടിപ്പിക്കുന്നവരും മദ്രസയിൽ ഉണ്ടാകണം. ഇത് എന്നാണ് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ ലക്കും. ആത്മാർത്ഥമായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഹൃദയം തുറന്ന നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ആസിഫ് ഇസ്ലാഹി. ആ പേരുകൾ വായിക്കുമ്പോൾ എത്രയും വേഗം, നമുക്ക് പരിമിതമായ സമയമുള്ളൂ, 10 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പിരിഞ്ഞു പോകണം. അസ്ര നമസ്കാരത്തിന് ശേഷമാണ് അടുത്ത സെഷൻ. അമാൽ അസീസ്, ഫെമിന ടി യു, ഗുൽനാർ ആസിഫ്, ഹഫ്സ ബീവി പി എ, ഹഫ്സത്ത് ഇ എ, ഹസ്ന കെ കെ, ഹസീന കെ എസ്, ജലീല കെ എസ്, നസീമ കെ ബി, നിഷാമോൾ എം എ, പ്രീത ഇ പരീത്, റാഹില പി എ, ഷാഹിദ എ, സജിദ, ഷാഹിദ എൻ എസ്, തൻസീം. വേഗം വരും, വേഗം വരും. ക്ലാസ്സിലൊക്കെ വനിതകളാണ് കൂടുതൽ ആക്റ്റീവ്. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ബഹുമാനായ അബ്ദുൽ ലത്തീഫ് മാസ്റ്ററാണ്. അദ്ദേഹത്തെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് പഠിതാക്കളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പേര് വായിച്ചോ, പേര് വായിച്ചോ. ഫെമിന ടി യു, അല്ലെങ്കിൽ മാറ്റി വെക്കും. ഹസീന കെ എസ്, ഹഫ്സ ബീവി പി എ, അമാൽ അസീസ്, ഗുൽനാർ ആസിഫ്, ഹഫ്സത്ത് ഇ എ, ഹസ്ന കെ കെ, ജലീല കെ എസ്, നസീമ കെ ബി, നിഷാമോൾ എം എ, പ്രീത ഇ പരീത്, റാഹില പി എ, ഷാഹിദ എ, സജിദ കെ, സാജിദ, ഷാഹിദ എൻ എസ്, തൻസീം ടി യു. അനുഭവങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞ വാക്കിൽ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് പ്രീത ഇ പരീത്. MEP പാരൻസ് മദ്രസയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വർക്കിംഗ് ആണ്, ആലുവ മുൻസിഫ് കോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് മദ്രസ വിദ്യാഭ്യാസം ഇല്ല. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ മക്കളാരും മദ്രസയിൽ ഇപ്പൊ പഠിക്കുന്നില്ല. നിലവില് 5 വരെ പഠിച്ചിരുന്നു കാക്കനാട് സലഫി മദ്രസയിൽ. ക്ലാസ്സുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും ആണ് ഞാൻ ഈ മദ്രസയിൽ അല്ലെങ്കിൽ MEP എംപവർമെന്റ് പ്രോഗ്രാമിൽ ഭാഗമായത്. ഏകദേശം 1 വർഷം കഴിയുന്നു ഈ മദ്രസയിൽ ഭാഗമായിട്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്രസയിൽ ഭാഗമായതോടുകൂടി വളരെ എന്താ പറയാ, കിട്ടാത്ത അറിവുകൾ, എവിടെയും കിട്ടാത്ത അറിവുകൾ കരസ്ഥമാക്കാനായി സാധിച്ചു. പ്രത്യേകിച്ച് ഹിഫ്ലിലാണ് പറയാനുള്ളത്. നമ്മൾ നിത്യേനെ പാരായണം ചെയ്യുന്ന ഖുറാനിലെ തജ്വീദ് നിയമങ്ങളും അതുപോലെ വഖഫ് ചെയ്യേണ്ട റൂൾസ്, അത് പിന്നെ നമസ്കാരം നമ്മൾ ഓർക്കും 5 നേരം നമസ്കരിക്കുന്നില്ലേ, എന്താണ് ഇപ്പൊ അറിയാനുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല,
സിഫാത്തു സലാത്ത് എന്ന ബുക്കിലൂടെ എന്താ പറയാ നമസ്കാരം എങ്ങനെയൊക്കെ നിർവഹിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചു എന്നറിയാനായി സാധിച്ചു. പിന്നെ ഷറഫുദ്ദീൻ മൗലവിയുടെ തഫ്സീർ ഉണ്ടായിരുന്നു 30ാമത്തെ ജ്യൂസിനെ അടിസ്ഥാനമാക്കി. നമ്മളൊക്കെ ഓർക്കും അമ്മ ജ്യൂസ് എന്ന് പണ്ട് നമ്മള് പഠിച്ചേക്കുന്നത് അമ്മ ജ്യൂസ് എന്താണ് 30ാമത്തെ ജ്യൂസ് ആണ്. പക്ഷെ നമ്മൾ 1ാം ജ്യൂസ് എന്ന് പറഞ്ഞാണ് മദ്രസയിൽ ഇതിനെ പഠിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പാരന്റ്സില് ഈ 30ാമത്തെ ജ്യൂസ് ഫുൾ മനഃപ്പാടമായി അറിയുന്നവരെ എനിക്കറിയില്ല കാണാപ്പാടമായിട്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് കൃത്യമായി തജ്വീദോടുകൂടെ ഓതാനായി സാധിച്ചു. അതുവഴി ഉണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലുള്ള കോൺസെൻട്രേഷൻ. നമ്മൾ സ്ഥിരം നമസ്കാരത്തിൽ 3 സൂറത്തുകൾ ഉണ്ട് നമുക്ക് അല്ലേ, അഹദ്, നാസ്, ഫലക്ക്. അതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് MEP മദ്രസ സാധിച്ചു എന്നുള്ളതാണ്. കാരണം വേറെ സൂറത്തുകൾ പഠിച്ചു ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഹുഷു വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് സാധിച്ചു. പിന്നെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതായത് അറബി ഭാഷ എങ്ങനെയാണ് അറബി ഭാഷയുടെ അർത്ഥം പോണതെന്ന് അല്ലെങ്കിൽ 30ാമത്തെ ജുസിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ നമസ്കാരത്തിൽ സാധിച്ചു. അതുവഴി നമുക്ക് എന്താ പറയണേ, അറബി ഭാഷയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു ഷറഫുദ്ദീൻ മൗലവിയുടെ. പിന്നെ ഞാൻ വിട്ടുപോയാന്ന് അറിഞ്ഞൂടാ, പിന്നെ തൗഹീദ്. നമുക്ക് ഒരു മുസ്ലിമിന് ഏറ്റവും വലിയതായിട്ട് വേണ്ടത് തൗഹീദാണ്. ആസിഫ് ഇസ്ലാഹി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് എന്താണ് തൗഹീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം മുസ്ലിം ഫാമിലിയിൽ ആണ് ജനിക്കണത്. അപ്പൊ നമ്മൾ ഓർക്കും അതൊരു ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. പക്ഷെ അതല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനായ ഇലാഹിൽ വിശ്വസിക്കണമെന്നും ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും എല്ലാ അനാചാരങ്ങളിൽ നിന്നും വിട്ടു നിന്നാൽ മാത്രമേ നമ്മളുടെ തൗഹീദ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നും എന്നാൽ മാത്രമേ നമുക്കൊരു സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ എന്ന് തെളിയിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത് സഹോദരിമാരോടാണ്. ഈ ഒരു അവസരം തന്ന കാക്കനാട് സലഫി മദ്രസത്തിന്റെ കമ്മിറ്റിക്കാരെ, പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത 4 ഉസ്താദുമാരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാക്കനാട് സലഫി മദ്രസയെ ഞാൻ പ്രത്യേകം എടുത്ത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ്, ഞാനൊരു സുന്നി കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ജാറങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, എന്താ പറയാ മക്ബറകൾ സന്ദർശിച്ചിട്ടുണ്ട് ഒക്കെ പറയണു ഇപ്പോ. കാരണം നമ്മൾ അറിവില്ലാത്ത സമയത്ത് ചെയ്താണ്. തൗബ ചെയ്താൽ പഠിച്ചോൻ പുറത്തു വരും. ഞാനിവിടെ വന്നിട്ട് ഈ കാക്കനാട് സലഫി മദ്രസയിലൂടെ അവര് തന്ന ഖുർആൻ ക്ലാസ്സുകള്, അവര് തന്ന വെളിച്ചം, QVP, QHLS, എന്തിന് ഇപ്പൊ അവസാനമായിട്ടുള്ള MEP മദ്രസയിലൂടെയാണ്. എന്താ പറയണേ, ഇപ്പൊ ഇവിടെ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഒരു വാക്കും കൂടി പറയണം. ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്. ഖുർആൻ പഠിക്കാൻ സ്ത്രീകളെ ദൗവ രംഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ക്ലബ്ബാണ്. അതിൽ 3-3.5 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്ര അഭിമാനത്തോടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മളിപ്പോ ജീവിക്കുന്ന ആ ഒരു സമൂഹം ഭയങ്കര കലുഷിതമാണ്. നമ്മുടെ മക്കളെ ദീനിബോധത്തോടു കൂടി വാർത്തെടുത്താൽ മാത്രമേ നമുക്കൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെന്താ വേണ്ടത്? നമ്മുടെ മക്കളെ ദീനിപരമായി വളർത്തണമെന്നുണ്ടെങ്കിൽ ദീനിപരമായിരിക്കണം മാതാപിതാക്കളും, അല്ലെ? നമ്മൾ റോൾ മോഡൽസ് ആകണം. അപ്പോ എല്ലാവരും ഈ സംരംഭത്തിൽ ഭാഗമാകുക. ഇതിന് എന്നെ സഹായിച്ച എന്താ പറയണ, ആദ്യമായിട്ട് ഞാൻ അള്ളാഹുവിന് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു തവണ കൂടി നന്ദി പറയുന്നു. 4 അധ്യാപകരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ 4 അധ്യാപകർക്കും അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്താ പറയണ കാക്കനാട് സലഫി മദ്രസയിൽ നിന്ന് പ്രതീക്ഷയുണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദൗവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു. അടുത്തതായി നമ്മുടെ പാരന്റ്സ് മദ്രസയുടെ മുഴുവൻ ക്ലാസ്സുകളിലും പങ്കെടുത്ത പഠിതാവിനുള്ള ഉപഹാരം നൽകുന്നത് സഗീർ MK ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഹഫ്സ BV PA. സഗീർ പ്ലീസ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹഫ്സ ബീവി, പടമുകൾ കാക്കനാട്. MEP സ്റ്റുഡൻറ്റിൽ ഈ കുടുംബത്തിലൊരു അംഗമായി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ലൈവായി എല്ലാ ക്ലാസ്സുകളും കൂടാതെ ഓഫ്ലൈൻ എക്സാമും അറ്റൻഡ് ചെയ്യാനും അത് സർട്ടിഫിക്കറ്റ് മേടിക്കാനും കഴിഞ്ഞൊരു സന്തോഷം. മുമ്പ് പഠിച്ചിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. കൂടിയായിരുന്നു എനിക്ക് ഈ കൂട്ടായ്മ. അൽഹംദുലില്ലാ. അള്ളാഹു ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചിട്ടുള്ള അണിയറ പ്രവർത്തകർക്കും
ഉസ്താദന്മാർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളോടും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ ഫാക്കൽറ്റീസിനുള്ള ഒരു ചെറിയ ഉപഹാരമാണ് നൽകുന്നത്. ബഹുമാനായ ഡോക്ടർ അബ്ദുൾ റഷീദ് അവറുകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഫാക്കൽറ്റീസായ അബ്ദുൽ ഷുക്കൂർ തച്ചമ്പാറ, അതുപോലെ ആസിഫ് ഇസ്ലാഹി, അൻഫാൽ സലഫി, ഷറഫുദ്ദീൻ സലഫി. ഇനി അടുത്തതായി ഈ പാരന്റ്സ് മദ്രസയെ ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നം ചെയ്ത ഇതിന്റെ അഡ്മിൻ ഗസ്ന ആസിഫ്, അതുപോലെ തന്നെ കോർഡിനേറ്റർമാർ ഫാദിൽ, സാജിദ്, നിഷ ഷെയ്ഖ്, ആസിയ അബു, ആമാൽ തുടങ്ങിയവർക്കുള്ള ഉപഹാരമാണ് നൽകുന്നത്. നമ്മുടെ MEPയുടെ പ്രധാന ഒരംഗം എന്ന നിലക്ക് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന റഫീഖ് സാഹിബാണ്. റഫീഖ് കാക്കനാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗസ്ന ആസിഫ്, ഫാദിൽ, സാജിദ്, നിഷ ഷെയ്ഖ്, ആമാൽ, അതുപോലെ തന്നെ ആസിയക്ക് വേണ്ടി അവരുടെ പിതാവ് അബു ഉപഹാരം ഏറ്റുവാങ്ങുന്നതായിരിക്കും.